സിനിമകളിൽ മാത്രമല്ല സീരിയലുകളിലും വളരെ നന്നായി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രങ്ങളിൽ രാജേന്ദ്രൻ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ പ്രേക്ഷകർ കാതോർത്തിരുന്ന് കേൾക്കുകയും ചെയ്യുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ അത്തരത്തിലെ വാക്കുകളോ കഥാപാത്രങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല എന്ന വേദന തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉടനീളം ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതും രാജേന്ദ്രൻ്റെ ഒരു മരണവാർത്ത ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആദ്യം ഓടിയെത്തിയത് കന്യാദാനം സീരിയൽ താരങ്ങൾ തന്നെയാണ് എന്ന് പറയണം. അത്രമാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം ഏറ്റെടുക്കാൻ പറ്റിയത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കഥാപാത്രം നിലനിൽക്കുന്നുണ്ടായിരുന്നു. നിൽക്കുന്നുണ്ടായിരുന്നു. ഐശ്വര്യയും ജിഷിനും അടക്കം കന്യാദാനത്തിലെ താരങ്ങളായിരുന്നു ആദ്യം അദ്ദേഹത്തിന് വേണ്ടി അരികിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ ആദ്യം എത്തിയതും അവർ തന്നെയായിരുന്നു. അത്രമാത്രം സങ്കടത്തിൽ തന്നെയാണ് ആ സീരിയൽ അംഗങ്ങളെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. ജിഷിനും ഐശ്വര്യയും എത്തുകയും നടന്നു നീങ്ങുകയും അവരുടെ വിഷമമെല്ലാം മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ട്. ആരെയും നോക്കി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാ കന്യാദാനം താരങ്ങളും എത്തിയപ്പോഴും പരസ്പരം സംസാരിക്കാതെ മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനൊരു കാര്യം കൂടി അവർ അതിലൂടെ അറിയിക്കുന്നു. അവർക്ക് എന്തുമാത്രം വിഷമമാണ് ഇപ്പോൾ പറയുന്നത് എന്നതും മനസ്സിലാക്കി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇതിന് വാർത്തയെ കൂടി ഏറ്റെടുക്കുന്നത്. ഓരോ തവണയും ഇത്തരത്തിൽ ഓരോ താരങ്ങളുടെ വാർത്ത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നാറുണ്ട്. സിനിമാ താരങ്ങൾ, സീരിയൽ താരങ്ങൾ പ്രത്യേകിച്ച് ഇത്തരത്തിൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നും. എന്നും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തിക്കൊണ്ടിരുന്ന താരങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് അവരുടെ വാർത്ത അത്രമേൽ നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അവരുടെ മരണ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ മരണ വാർത്ത പോലെയാണ് പലർക്കും തോന്നാറുള്ളത്. അത്രമാത്രം വേദന നൽകുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. രാജേന്ദ്രൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വയ്യാതെ കിടക്കുകയായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം മറ്റ് സീരിയലുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകളുടെ പിന്നാലെ ആയിരിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഭൂരിഭാഗം പേരും അന്വേഷിച്ചിട്ട് പിന്നീടൊന്നും സംസാരിക്കാതെ ഇരുന്നതും. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു സഹനടൻ, വില്ലൻ എന്നൊക്കെ നമുക്ക് പറയാം. അദ്ദേഹം വില്ലൻ കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടുതലും പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത് സഹനടനായിരിക്കുമ്പോൾ തന്നെയാണ്. കൂടുതൽ വാർത്തയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലൊരു വാർത്തയായി ഇത് മാറുന്നു. ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കൂടുതലും എല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു സമയം എല്ലാ നടന്മാരെയും നടിമാരെയും പോലെ തന്നെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരുന്നൊരു താരം കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നത് എന്നുകൂടി നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് നോക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ തവണ കേൾക്കുമ്പോഴും സങ്കടമാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് വയ്യാതിരുന്നിട്ടും നമുക്ക് ആർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകാൻ സാധിച്ചില്ലല്ലോ എന്നതായിരുന്നു ഏറ്റവും വലിയ സങ്കടം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വൈറലാകുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.